വാരണമായിരം എന്ന സിനിമ കണ്ട എത്ര പേർ ആ സിനിമയ്ക്ക് എന്തുകൊണ്ട് ആ ടൈറ്റിൽ വന്നു, ആ ടൈറ്റിലിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ് എന്ന് ആലോചിച്ചിട്ടുണ്ടാവും, അത് തേടി പോയിട്ടുണ്ടാവും എന്നുള്ളത് എപ്പോഴും ആളുകൾ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ പരസ്പരം പറയുന്ന ഒരു കാര്യമാണ്. ഇതിന് കൃത്യമായൊരു ഉത്തരം പറഞ്ഞുകൊണ്ട് റീൽ അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് ബാഡ് ഓഫ് സ്മോൾ തിങ്സ് ആദ്യമായി ശ്രദ്ധയിൽപ്പെടുന്നത്. അവരുടെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂയിലേക്ക് കടക്കുന്നു. നമസ്കാരം. നമസ്കാരം. ഈ വാരണമായിരം റീലാണ് ആദ്യം ഞാനായിട്ട് ശ്രദ്ധിക്കുന്നൊരു റീൽ. എൻ്റെ കൂട്ടത്തിലുള്ള ആളുകളും അത് ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ വാരണമായിരം സിനിമ കണ്ടവർക്കറിയാം, അതിൻ്റെ ക്ലൈമാക്സിനോട് അടുപ്പിച്ചിട്ട് അതിൻ്റെ ഒരു അർത്ഥവും അതിൻ്റെ ഒരു കാര്യം സിമ്രാൻ അതിൻ്റെ ഒരു സർഫസ് ലെവലിലൂടെ പറയുന്നുണ്ട്. ശരിക്കും ആ വാരണമായിരം റീലാണ് കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെയാണ് അതിൻ്റെ ഒരു അർത്ഥത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കോണ്ടന്റിലേക്ക് എത്തുന്നത്? അതിനു മുമ്പ് ശരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ. കൂടുതൽ പോപ്പുലർ ആയത് വാരണമായിരം, കാരണം ഒരു പല തരത്തിലുള്ള ഓഡിയൻസിലേക്ക് എത്തിയത് അതാണ്. അതിന് മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോസ് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ഓഡിയൻസിലേക്ക് മാത്രം എത്തുന്നത്, ചില വീടുകളുടെ മാത്രം അർത്ഥമൊക്കെ പറഞ്ഞു. ഇപ്പൊ കന്മതം ചെയ്തിരുന്നതിന് മുമ്പ് അപ്പം സിനിമ പേരുകളുടെ ടൈറ്റിൽ ചെയ്യാന്നുള്ളൊരു താല്പര്യം ചിലത് ഇടയ്ക്ക് അങ്ങനെ ചെയ്യുകയാണ്. അപ്പൊ കന്മതം ആദ്യം വൈറലാകുന്നത് കന്മതമാണ്. അപ്പം അതിന് പിന്നാലെയാണ് ഇത് വൈറലാകുന്നത്. പക്ഷെ ഇതിൽ നിന്നാണ് കൂടുതൽ റെസ്പോൺസ് വരുന്നത്, ആളുകളിൽ നിന്ന് നല്ല രീതിയിലുള്ള റെസ്പോൺസ്. ഒരുപാട് പേർക്ക് വളരെ ഈ നമ്മുടെ ഒരു റീല് ആളുകൾ മൾട്ടിപ്പിൾ ടൈംസ് കാണുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന അതിൽ നിന്നായിരുന്നു ശരിക്കും. ഇത് വാരണമായിരം ശരിക്കും നമ്മൾ സിനിമ ആദ്യം കാണാൻ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്താണ്. അപ്പം ആ സമയത്ത് നമ്മൾ അത്ര ചിന്തിക്കുന്നില്ല അതിനെ പറ്റിയിട്ട്. പക്ഷെ ഈ വേർഡുകളോടുള്ള താല്പര്യം ഇങ്ങനെ കിടക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എന്നാൽ ഇതെന്തായിരിക്കും ഇങ്ങനൊരു പേര്, ഇങ്ങനെ പേരിന് ഒന്നും നമുക്ക് കിട്ടുന്നില്ല. കാരണം ഈ ഒരു സംഭവം നമുക്കൊരു അർത്ഥം കിട്ടുന്നില്ല. ഈ 1000 വരുന്നുണ്ട്, എന്താ സംഭവം എന്നുള്ളത്. പിന്നെയാണ് ഈ വാരണം എന്ന് പറയുന്ന ആനയാണെന്നുള്ളതും 1000 ആന എന്നുള്ളതാണ് 1000 എലിഫൻസ് എന്ന് പറയുന്ന അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പം വിക്കിപീഡിയ നോക്കി അത് കാണാം. പക്ഷേ ഈ 1000 എലിഫൻസ് പറഞ്ഞ ഈ സിനിമയായിട്ട് എന്താ ബന്ധം എന്നുള്ളത് വരുമ്പോഴാണ് പിന്നെ ഈ നാച്ചിയാർ തിരുമൊഴി എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു വലിയ ഹിസ്റ്ററിയിലേക്കും ആണ്ടാൾ കാണുന്ന കാനവും ഈ പറഞ്ഞ മഹാവിഷ്ണുവിൻ്റെ ഒരു എഴുന്നള്ളത്ത് 1000 ആനകളുടെ അകമ്പടിയോടെ വരുന്നു എന്ന് പറയുന്ന ആ ഒരു പിക്ചറൈസ്, അതിൽ നിന്നാണ് ഈ ഒരു പേരെടുത്തേക്കെന്നൊക്കെ പറയുന്ന ഒരു വലിയ ഹിസ്റ്ററിയും അതിൻ്റെ ഒരു രസമാണ്. നമ്മൾ ശരിക്കും ഇതിനകത്ത് അങ്ങ് അഭിരമിച്ചിട്ട് അങ്ങ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഒരു സന്തോഷം, നമുക്ക് ഇതിങ്ങനെ ഷെയർ ചെയ്യുന്നതിനുള്ള നമുക്ക് കിട്ടുന്നൊരു ത്രില്ലുണ്ടല്ലോ, ഒരു കിക്കുണ്ടല്ലോ, അതിലങ്ങ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ യഥാർത്ഥ പേരുകൾ, യഥാർത്ഥ പ്രൊഫഷൻ ഒന്ന് പറയാമോ? എൻ്റെ പേര് വിവേക് എന്നാണ്. ഞാനൊരു ജേർണലിസ്റ്റാണ്. അപ്പോൾ ഞാനൊരു പബ്ലിക്കേഷൻസ് വർക്ക് ചെയ്യാണ്. ഒരു 11 കൊല്ലമായിട്ട് പബ്ലിക്കേഷൻസ് കോട്ടയത്ത് തന്നെയാണ്. എൻ്റെ പേര് ആതിര എന്നാണ്. ഞാൻ ടീച്ചറായിരുന്നു, പക്ഷെ ഇപ്പൊ ഫുൾ ടൈം ആർട്ടിസ്റ്റായിട്ട് സ്വന്തമായി ബിസിനസ് ഒക്കെ നടത്തി വരുന്നു. ആദീസ് ലിറ്റിൽ തിങ്സ് എന്നാ പേര്. അത് ഞാൻ കാണുന്നൊക്കെ. ഈ ലിറ്റിൽ തിങ്സിലേക്കും വളരെയധികം ഡീറ്റെയിലിങ്ങും അല്ലെങ്കിൽ വളരെ കുറച്ച് പ്രോഡക്റ്റ്സ് നിങ്ങൾ ഇറക്കുന്നുള്ളൂ, എന്നപോലെ അതിലേക്ക് അത്രയധികം ക്രിയേറ്റിവിറ്റി കൊടുക്കാനും ആളുകൾക്ക് ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാനും ഹെൽപ്ഫുൾ ആവുന്ന അല്ലെങ്കിൽ വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള പ്രോഡക്ട്സാണ് നിങ്ങളുടെ. ഈ ഒരു സ്ട്രീം ഓഫ് ബിസിനസ്സിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ഞാൻ ഇപ്പം നമുക്ക് 2 പേർക്കും പേജ് ഉണ്ട്. 2 പേജിൽ നിന്നും ഐറ്റംസ് വരുന്നുണ്ട്, പ്രൊഡക്ട്സ് വരുന്നുണ്ട്. വി പിന്നെ തുടങ്ങിയതാണ്. ഞാൻ അതിനു മുന്നേ ബിസിനസ് ആയിട്ട് തന്നെ തുടങ്ങിയതാണ്. അപ്പം നമ്മുടെ പ്രൊഡക്ട്സ് ഞാൻ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ബുക്ക് മാർക്കുകൾ വെച്ച് തുടങ്ങിയതായിരുന്നു ആദ്യം തുടക്ക സമയത്ത്. അതിങ്ങനെ ഫേസ്ബുക്ക് വഴി കുറച്ച് റീച്ചൊക്കെ കിട്ടുന്ന കണ്ടപ്പം സെയിലിനുണ്ടോയെന്നൊക്കെ ആൾക്കാർ ചോദിച്ചു തുടങ്ങിയപ്പം മറ്റേ മനസ്സിൽ ലഡു പൊട്ടിയ അവസ്ഥയായി. പിന്നെ ഗ്രീറ്റിംഗ് കാർഡ്സ് ചെയ്തു തുടങ്ങി. പിന്നെ കുറേ അധികം പ്രിന്റ് സാധനങ്ങൾ ഇറക്കി തുടങ്ങി നമ്മൾ വരച്ച് ഡിസൈൻ ചെയ്തിട്ട്. അപ്പം നല്ല മാർക്കറ്റിൽ നല്ല ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. കസ്റ്റമൈസ്ഡ് പ്രൊഡക്ട്സിന് നല്ലോണം ആൾക്കാർ കുറച്ചും കൂടി റീച്ച് ഉണ്ട്. അപ്പം പിന്നെ നമ്മൾ എന്തായാലും അതിൽ ഫുൾ ടൈം ആവുമ്പോൾ നമ്മൾ കുറച്ചും കൂടി പ്രൊഡക്ട്സ് ഇറക്കാൻ നോക്കുമല്ലോ. അങ്ങനെ ഓരോ ഘട്ടമായി വരുന്നു. ഇപ്പോൾ നിങ്ങളും വായിക്കുമ്പോൾ ഇങ്ങനെ നല്ല രസമുള്ള ബുക്ക് മാർക്കുകൾ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ച സമയങ്ങളുണ്ടോ? ബുക്ക് മാർക്കുകളെ പറ്റി ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്ര ഒരു എക്സ്പോഷർ ഇല്ലല്ലോ. ബുക്ക് മാർക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ തന്നെ ഒരു ഫേമസ് ആവുന്ന 2-3 വർഷമായിട്ടുള്ളൂ. നമുക്ക് എന്തെങ്കിലും ചിലപ്പോൾ തീപ്പട്ടിക്കമ്പൊക്കെ ആയിരിക്കും സ്കെയിൽ അല്ലെങ്കിൽ പേപ്പറിന്റെ കഷ്ണം, അത്രയ്ക്ക് ഈ ഒരു ബുക്ക് മാർക്ക് അങ്ങനെ കിട്ടുക എന്ന് പറയാൻ അതിന് മുകളിൽ ഐഡിയ പോലും നമുക്ക് നമ്മുടെ മുന്നിൽ കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സംഭവം വരുമ്പോൾ തന്നെ ആളുകൾക്കും അത് നല്ലൊരു ശതമാനം ആളുകൾക്കും അതൊരു പുതിയൊരു സംഭവമാണ് ശരിക്കും. ബുക്ക് മാർക്സ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ശരിക്കും. പുസ്തകങ്ങൾക്ക് വായിക്കുമ്പോൾ വെക്കാൻ വേണ്ടി ഒരു സാധനം പ്രത്യേകം. അപ്പൊ അത് ഞാൻ 2018 ഇത് തുടങ്ങുന്നത്. ആ സമയത്ത് ആക്ച്വലി ഇപ്പൊ ഉള്ള പോലത്തെ ഒന്നുമില്ല. ഇൻസ്റ്റയിലാണെങ്കിലും ഫേസ്ബുക്കിൽ ഇപ്പൊ കുറെ ആൾക്കാർ ബുക്ക് മാർക്ക് ഉണ്ടാക്കുന്നുണ്ട്, പല രീതിയിൽ സത്യം. അപ്പൊ ആ സമയത്ത് ബുക്ക് മാർക്ക് എന്നുള്ള ഐറ്റം പോലെ എനിക്കും അറിയില്ല അങ്ങനെയൊന്നും. അപ്പൊ നമ്മളിപ്പോ ഇൻട്രസ്റ്റ് ഒക്കെ നോക്കുമല്ലോ. അപ്പൊ പുറത്തുള്ള ആൾക്കാർ ഇതൊക്കെ നന്നായി ഉണ്ടാക്കുന്നുണ്ട്, ബൾക്കായി കമ്പനീസ് ഒക്കെ ഇറക്കുന്നുണ്ട്. നമ്മളെ നാട്ടിൽ അങ്ങനെ ഇല്ല. അമീഷിന്റെ പുസ്തകങ്ങൾക്കൊക്കെ യൂത്ത് ഓഫ് യൂത്ത് ഒക്കെ ഉണ്ടായിരുന്നു. 3 ഇറക്കുമ്പോ അവരുടെ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു. ഇപ്പൊ പുസ്തകം ഇത് പബ്ലിഷേഴ്സ് തന്നെ ഇറക്കുന്ന അല്ലാണ്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് അവർക്ക് ഇഷ്ടമുള്ള തീമില് അവർക്ക് ഇഷ്ടമുള്ള ഓതേഴ്സിന്റെ ലൈൻസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതിലായിരുന്നു ആക്ച്വലി ശരിക്കും നമ്മളൊന്ന് കേറി പിടിച്ചത്. ഹാൻഡ് മെയ്ഡ് ബുക്ക് മാർക്സ് എന്ന് പറയുന്ന ഒരു
വാട്ടക്കള ബുക്ക് മാർക്സാ മെയിൻ ആയിട്ട്. ഈ വാക്കുകളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് പോലും അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ടെന്നും അതിൻ്റെ പിന്നിൽ അങ്ങനെ വാമൊഴി ഇങ്ങനെ ആവാനുള്ള കാരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റീലുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഞാനതിൽ ഏറ്റവും അധികം ഇൻട്രസ്റ്റ് ആയത് ഈ ചാണകപ്പുളി എന്ന് പറയുന്നതാണ്. ഇപ്പം നമുക്കറിയാം ചെറുതായി തിരുമ്പുള്ളിയാണ് ചാണകപ്പുളി ആവുക എന്നുള്ളത്. പക്ഷേ ചാണകപ്പുള്ളിക്ക് ചാണകപ്പുളി എന്നുള്ള പേര് വരാൻ തന്നെ ഒരു കഥയും ഒരു സംസ്കാരമൊക്കെ ആയിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ്. അങ്ങനത്തെ വാക്കുകളോട് ഉൾപ്പെടുത്താം. കട്ടിവാക്കുകൾക്കൊപ്പം അതും വേണം എന്നുള്ളതും എങ്ങനെയാ വന്നത്? കാരണം അതാണ് നമ്മൾ കൂടുതലും ശരിക്കും പറഞ്ഞാൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന വാക്കാണല്ലോ. ഇപ്പൊ കുട്ടിച്ചോറ് എന്ന് പറയുന്ന വാക്ക്, കുട്ടിച്ചോറ് എന്ന് പറയുന്ന വാക്ക് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ കുട്ടിച്ചോറ് എന്ന് പറയുന്ന നമുക്കറിയില്ല ഈ കുട്ടിച്ചോറാക്കി എന്ന് പറയുന്നത് നശിപ്പിച്ചു എന്നുള്ള അർത്ഥം നമുക്കറിയാം. പക്ഷെ ഇതെങ്ങനെ വന്നു എന്നുള്ളത് ആലോചിക്കുമ്പം ആൾക്കാരുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും തോന്നുന്നു കുട്ടികൾക്ക് ചോറ് കൊടുക്കുമ്പോൾ കുട്ടികൾ ചോറ് വാരി അളിക്കത്തില്ലേ, അപ്പം അതിൽ നിന്നുണ്ട് അത് അങ്ങനെ നശിപ്പിക്കുക എന്നുള്ളതായിരിക്കും. അങ്ങനെ അപ്പം നമുക്കൊരു ബേസിക് ആയിട്ട് നമ്മൾ പല വാക്കുകൾക്ക് ഒരു ഐഡിയ കൊടുക്കുമല്ലോ, ഇങ്ങനെ ആയിരിക്കും ഇത് വന്നിട്ടുണ്ടാവുക എന്ന് പറയുന്നത്. പക്ഷെ ശരിക്കും കുട്ടിച്ചോറ് എന്ന് പറയുന്ന വാക്ക് അതല്ല. നമ്മൾ അതിന്റെ പുറകെ അന്വേഷിക്കണം. നമ്മൾ ആ ഫസ്റ്റ് തോട്ടിൽ നിന്നിട്ട് ആരെങ്കിലും പറയുകയാണെങ്കിൽ മണ്ടത്തരമായി പോകും. അപ്പം നമ്മൾ ഇതിനെപ്പറ്റി അന്വേഷിക്കുകയാണ്. ഈ കുട്ടിച്ചുവര് എന്ന് പറയുന്ന സാധനമാണ് പറഞ്ഞു ഒരു ചുവര് ചോരെന്ന് പറഞ്ഞ് ചോറായതാണ്. അപ്പൊ ഈ പൊക്കം കുറഞ്ഞ മതിൽ അല്ലെങ്കിൽ ഭിത്തി എന്നുള്ള അർത്ഥമാണ് ഈ കുട്ടിച്ചോരെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഈ തകർന്നു വീണ അല്ലെങ്കിൽ ഈ വളരെ എന്താ പണ്ടത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരാളുടെ വീട് എന്നുള്ള ആ ഒരു അർത്ഥമുണ്ട്. അപ്പം കുട്ടിച്ചുവരും കുറങ്ങിരുന്ന മാളികയും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങനത്തെ ഈ ചൊല്ലുകളൊക്കെ പോലും ഉണ്ട് പണ്ടത്തെ കാലത്ത്. അപ്പം ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴാണെങ്കിൽ പല വാക്കുകൾക്കും ഇങ്ങനെ നമ്മുടെ ഒരു ഹിസ്റ്ററിയുമായിട്ട് വന്നത്തെ ഒരു സോഷ്യൽ സെറ്റപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇവോൾവ് ചെയ്ത് വന്നിട്ടാണ് പല വാക്കുകളും എന്നുള്ളത് മനസ്സിലാകുന്നത്. അത് നമുക്ക് ഭയങ്കര രസമുള്ള ഒരു സംഭവമാണ്. അപ്പം എന്ന് യൂസ് ചെയ്യുന്ന വാക്കുകളെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു സംഭവം കേൾക്കുമ്പോൾ പെട്ടെന്ന് അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യം. ആൾക്കാർക്കാണ് ഇങ്ങനെ ഉണ്ടല്ലേ എന്ന് പറയുന്നത്. ഇതേ ഞാൻ ഈ പറഞ്ഞ ഇതുപോലത്തെ തർക്കങ്ങൾ വരും. അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ തർക്കങ്ങളും വരും. അങ്ങനെ തർക്കങ്ങൾ വന്നിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. ഈ കുട്ടിച്ചോറിന് തന്നെ വന്നിട്ടുണ്ട്. അത് ഈ കുട്ടിച്ചോറാണ്, കുട്ടി വാരുന്ന ചോറ് എന്നുള്ളതാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ തർക്കിച്ചിട്ടുണ്ട്. ഈ ചാണകപ്പുള്ളിക്ക് എത്ര കൊണ്ട് അന്വേഷണം ഉണ്ടാവുന്നു? ചാണകപ്പുള്ളിക്ക് എത്രത്തോളം അന്വേഷണം പോകേണ്ടി വന്നു? ഇല്ല, ചാണകപ്പുള്ളി ശരിക്കും ചാണകപ്പുള്ളി പറയുമ്പോൾ ഒന്നിന്റെ അർത്ഥം എനിക്കും അറിയത്തില്ല. നേരത്തെ നമ്മൾ ഈ ചാണകപ്പുള്ളി ഐഡിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ ചില സമയങ്ങളിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒരു വാക്ക് പറയുമ്പോഴാണല്ലോ ഇപ്പൊ ഇട്ടാവട്ടം നമ്മളെപ്പോഴും പറയുന്നത് ടാവട്ടം, ഈ വട്ടത്തിനാണ് അങ്ങനെ വന്നെന്ന് പറയുന്നത്. അതുപോലെ വരുന്ന ചില സമയങ്ങളിൽ നമുക്ക് മറ്റേ ആപ്പിൾ വീഴുന്ന പോലത്തെ ചില സാധനങ്ങൾ ചില സമയത്ത് നമുക്ക് തന്നെ തോന്നുന്നുണ്ട്. അപ്പൊ ചാണകപ്പുള്ളി ചാണകപ്പുള്ളിയാണല്ലോ. ഇപ്പൊ നമ്മൾ പണ്ട് ഈ വീടുകളിലൊക്കെ ഈ സംഭവം നമ്മൾ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അത് പെട്ടെന്ന് കറക്റ്റ് കണക്ട് ആകുമായിരുന്നു. ഈ ഇൻസ്റ്റാഗ്രാം വന്നപ്പോൾ തൊട്ട് ഈ ആളുകൾ ഈ എങ്ങനെ വേണം ഒരു ദിവസത്തെ ഓർഡർ പ്രകാരം സമീപിക്കാന്നൊക്കെ ഉള്ള സമയത്താണ് ഈ ജേർണൽ വരികയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൂടി ആരംഭിക്കണം, അപ്പോൾ ജീവിതം മൊത്തം സുഖഭരിതാവും എന്നൊക്കെയുള്ള തിയറി നടക്കുന്നുണ്ടല്ലോ. അത് ഈ ജേർണൽസിന്റെ ഒരു വിൽപ്പനനെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടില്ലേ? ജേർണൽസ് ഇപ്പം എന്ന് വെച്ചാൽ പല രീതിയിലുള്ള ജേർണൽസ് ഉണ്ടല്ലോ. നമ്മളിപ്പം ഇറക്കിയേക്കുന്നത് റീഡിങ് ജേർണലാണ് മെയിൻ ആയിട്ട് ഇറക്കിയേക്കുന്നത്. വായിച്ച പുസ്തകങ്ങളെ പറ്റിയിട്ട് എഴുതാനും അതിന്റെ റിവ്യൂസ് എഴുതാനും അല്ലെങ്കിൽ പുസ്തകത്തിന്റെ ലിസ്റ്റ് എഴുതി വെക്കാനും ഒക്കെ രീതിയിൽ ഇറക്കിയേക്കുന്നതാണ് നമ്മളെ ബുക്ക് മാർക്ക് എന്ന പേരുള്ള റീഡിങ് ജേർണല്. അപ്പം അത് വായനക്കാർ നന്നായിട്ട് വായിക്കുന്നത്. നമ്മളെ വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലേഴ്സ് ആണത്. നമ്മളൊരു യുണീക്ക് പ്രോഡക്റ്റ് ആയിട്ട് തന്നെ ചെയ്തായിരുന്നു ശരിക്കും. കാരണം ഈ വെളിയിലൊക്കെ ഈ പറഞ്ഞ പോലെ ബുക്ക് മാർക്കിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഈ റീഡിംഗ് ജേർണലൊക്കെ പണ്ടേ ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ്. കുറെ കാലമായിട്ട് അവർക്ക് മാർക്കറ്റിലുണ്ട് ഈ സംഭവം. പക്ഷെ നമുക്കിതൊക്കെ ഒരു കമ്പാരിറ്റീവ്ലി ഒരു പുതിയ സംഭവമാണ്. അപ്പം നമ്മൾ ചെയ്യുമ്പം മാർക്കറ്റിൽ ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ ഒന്നും ഒരു കോപ്പിയോ അതിൻ്റെ ഒരു ഇൻസ്പയർഡ് വേർഷനേ ആവരുത്. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സാധനം എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ ഞാനൊരു ബുക്ക് കളക്ടറാണ്. അപ്പം എൻ്റെ കയ്യിലുള്ള പുസ്തകങ്ങൾ ഞാൻ എങ്ങനെ ആരെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഓർത്ത് നോക്കും, ഈ പറഞ്ഞ എൻ്റെ പുസ്തകം കൊണ്ടുപോയിട്ടാ വൃത്തിയായിട്ടോ എനിക്ക് തന്നില്ല എന്നുള്ളത് നമ്മുടെ മനസ്സിൽ കിടക്കും. അപ്പം അല്ലെങ്കിൽ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ പുസ്തകങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് വെക്കാനുള്ള ഒരു സ്പേസും കൂടി ഇതിനുള്ളിൽ വേണമെന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മൾ കുറേ ആലോചിച്ച് കുറേ കാലം കൊണ്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു യൂണീക്ക് ഡിസൈനാണ് ബുക്ക് മാർക്ക്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു.